മടങ്ങി വരുമ്പോൾ സുപ്രധാനമായ ഒരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. കെ സുധാകരനെ അനുനയിപ്പിക്കാൻ പുതിയ നീക്കവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വരികയാണ്. പുതിയ വാഗ്ദാനമാണ് സുധാകരന് മുന്നിൽ വെച്ചിരിക്കുന്നത്. KPCCയുടെ അധ്യക്ഷ പദവി തിരികെ നൽകാമെന്ന വാഗ്ദാനമാണ്. രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. സുധാകരൻ 12-ന് നിർണായക രാഷ്ട്രീയ പ്രഖ്യാപനം നടത്താൻ ഇരിക്കെയാണ് പുതിയ അനുനയ നീക്കം ഉണ്ടാവുന്നത്. സ്ഥാനാർത്ഥിത്വം ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്. സുധാകരനെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ അതിനപ്പുറം സുധാകരൻ ഇനി പുതിയ നീക്കത്തിന് കടക്കാതിരിക്കാനുള്ള ജാഗ്രത കാട്ടലുകയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. KPCCയുടെ അധ്യക്ഷ പദവി തിരികെ നൽകാമെന്ന വാഗ്ദാനമാണ്. മുമ്പ് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുമ്പോൾ അദ്ദേഹത്തിന് നിയമസഭയിൽ സീറ്റ് നൽകാമെന്ന ഉറപ്പുണ്ടായിരുന്നു എന്നതാണ് സുധാകരൻ്റെ വാദം. അത് തിരികെ വേണം, അത് സാധ്യമാകണമെന്ന് അദ്ദേഹം വാദിക്കുമ്പോൾ സ്ഥാനാർത്ഥിത്വമില്ല, പകരം KPCCയുടെ അധ്യക്ഷ പദവി തിരികെ നൽകാമെന്ന് പറയുന്നു. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, സുപ്രധാനമായൊരു നീക്കമാണല്ലോ കോൺഗ്രസ് നടത്തുന്നത്. സുധാകരൻ ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ടോ? നിർണായകമായ നീക്കം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് കെ സുധാകരനെ അനുനയിപ്പിക്കാനായി ഉണ്ടായിരിക്കുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം. അതായത് കെ സുധാകരൻ കോൺഗ്രസ് നേതൃത്വത്തോട് ഗുഡ് ബൈ പറയുമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് വേണ്ടി വിമത ഗ്രൂപ്പ് യോഗം കണ്ണൂരിൽ ചേരുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു നിർണായകമായ ഇടപെടൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തല, തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമിതി അധ്യക്ഷൻ കൂടിയായ രമേശ് ചെന്നിത്തല കെ സുധാകരനെ ഫോണിൽ വിളിച്ച് അനുനയത്തിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ കെ സുധാകരന് KPCC അധ്യക്ഷ പദവി, അതായത് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ വളരെ അപ്രതീക്ഷിതമായി പുറത്താക്കിയ അധ്യക്ഷ പദവിയിലേക്ക് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാം, മറ്റ് കടുത്ത തീരുമാനങ്ങളിലേക്കോ പ്രകോപനങ്ങളിലേക്ക് പോകരുത് എന്നൊരു വാഗ്ദാനം, അങ്ങനെയൊരു നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് സുധാകരന് ലഭിച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. പക്ഷേ അതിനോട് ഒരു തരത്തിലുള്ള മറുപടിയും സുധാകരൻ നൽകിയിട്ടില്ല എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വാഗ്ദാനം സ്വീകരിച്ചുകൊണ്ട് സുധാകരൻ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന കലാപക്കൊടി അത് കെട്ടടങ്ങുമോ? അതിൽ തന്റെ അണികളെ പറഞ്ഞ് മനസ്സിലാക്കി യാഥാർത്ഥ്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം അധ്യക്ഷ പദവിയിലേക്ക് തിരികെ വരുമോ? അതോ നേരത്തെ എടുത്ത കടുത്ത നിലപാടിൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കണ്ണൂരിൽ നിന്ന് ജനവിധി തേടാൻ രംഗത്തിറങ്ങുമോ? കോൺഗ്രസുമായി നേർക്കുനേർ പോരാട്ടത്തിന് അദ്ദേഹം തയ്യാറാകുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അല്പസമയത്തിനകം ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത കൈവരും. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി ലഭിച്ചാൽ ആ മറുപടി കൂടി വന്നതിന് ശേഷം മാത്രമേ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരികയുള്ളൂ എന്നാണ് വിവരം. കാരണം കെ സുധാകരനെ പിണക്കിക്കൊണ്ട് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പുറത്തിറക്കിയാൽ അതുണ്ടാക്കാനിടയുള്ള വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് കണ്ണൂരിൽ, പേരാവൂരിലൊക്കെ ഉണ്ടാക്കാനിടയുള്ള രാഷ്ട്രീയ പ്രത്യാഘാതം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നിർണായകമായൊരു നീക്കം ഉണ്ടാകുന്നത് എന്നാണ് വിവരം. കാരണം മല്ലികാർജ്ജുന ഖാർഗെ തന്നെയാണ് MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന ഒരു കൃത്യമായ നിലപാട് ഇന്നലത്തെ CEC യോഗത്തിൽ എടുത്തത്. അതിനുശേഷവും നേതൃത്വത്തിന് തലവേദനയായി മാറിയത് കെ സുധാകരൻ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് തന്നെയായിരുന്നു. അവിടെയാണ് ഇപ്പോൾ നിർണായകമായൊരു രാഷ്ട്രീയ നീക്കം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നടക്കം ഉണ്ടായിരിക്കുന്നത്. സുധാകരൻ പാർട്ടിയോട് ഇടഞ്ഞാൽ, ഇങ്ങനെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ പാർട്ടിയും സുധാകരനും രണ്ട് വഴിക്ക് പോയാൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ജയസാധ്യതകളെ അടക്കം പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലിന്റെ തന്നെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിർണായകമായൊരു രാഷ്ട്രീയ നീക്കം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ട് അനുനയ നീക്കത്തിലുള്ള ശ്രമം തുടരുകയാണെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ഇനി അറിയാനുള്ളത് ഈ നീക്കത്തോട് കെ സുധാകരന്റെ പ്രതികരണം എന്താകുമെന്നതാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ വാർത്താ സമ്മേളനത്തിന് ഇനി അരമണിക്കൂർ മാത്രമാണ് ബാക്കിയാകുന്നത്. അതിനു മുമ്പ് കോൺഗ്രസിന്റെ പട്ടിക വരുമോ, അതോ ഇപ്പോൾ നേതൃത്വം മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഈ വാഗ്ദാനം സ്വീകരിച്ചുകൊണ്ട് കെ സുധാകരൻ അനുനയ നീക്കത്തിന് വഴങ്ങുമോ? ഇതിൽ മാത്രമാണ് ഇനിയൊരു വ്യക്തത കൈവരാനുള്ളത്. യെസ്, തിരുവനന്തപുരത്ത് നിന്നും ഡാൻ കുര്യൻ ബ്രേക്ക് ചെയ്യുന്നു. സുധാകരന് മുന്നിൽ പുതിയ ഓഫർ വെക്കുന്നു നേതൃത്വം എന്നതാണ്. KPCCയുടെ അധ്യക്ഷ പദവി തിരികെ നൽകാമെന്ന ഓഫറാണ്. ആ ഓഫറിനോട് സുധാകരൻ എങ്ങനെ പ്രതികരിക്കുമെന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി ബാക്കി നിൽക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, സുധാകരനെ അനുനയിപ്പിക്കാൻ മാത്രമാണ് നീക്കം. അടൂർ പ്രകാശിന് സ്ഥാനാർത്ഥിത്വമില്ലെന്ന് ഏറെക്കുറെ ഉറപ്പാകുന്നു. അടൂർ പ്രകാശ് അത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കും. കോന്നിയിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി താൻ കളത്തിലുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. സംസ്ഥാനത്ത് മുഴുവൻ പാർട്ടി തീരുമാനത്തിനൊപ്പം താൻ കളത്തിലുണ്ടാകും, ഇടതുപക്ഷത്തെ താഴെയിറക്കും. അത് അടൂർ പ്രകാശ് സ്ഥിരീകരിക്കുന്നു. അപ്പോൾ അദ്ദേഹം അനുനയപ്പെടുന്നു, തനിക്ക് ഇല്ല എന്ന കാര്യം ബോധ്യപ്പെടുന്നു. പക്ഷേ സുധാകരൻ ഉടക്കിൽ തന്നെയാണ്. സുധാകരനെ ഒപ്പം നിർത്താനുള്ള നീക്കമാണ്. ഡാൻ കുര്യൻ ബ്രേക്ക് ചെയ്യുന്നു. പുതിയ ഓഫറാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വേണമെങ്കിൽ KPCCയുടെ അധ്യക്ഷ പദവി തന്നെ തിരികെ നൽകാം, പാർട്ടിക്കൊപ്പം നിൽക്കണമെന്നതാണ്. സുധാകരൻ വഴങ്ങുമോ? കാത്തിരുന്ന് കാണണം. ഇതിനിടയിൽ മറ്റ് ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. സുധാകരന് ഒരു
ഓഫർ കൂടിയുണ്ട്. എം പി സ്ഥാനം അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നൽകി ഉള്ള ചില നീക്കങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഡാൻ, തിരികെ വരാം. കിരൺ ബാബു കൂടി നമുക്കൊപ്പം ഉണ്ട്. കിരൺ, സുധാകരനെ അനുനയിപ്പിക്കുക എന്നത് പ്രധാനമാണ്. കാരണം ഒരു വിമത നീക്കം സുധാകരൻ പരസ്യ പ്രഖ്യാപനം നടത്തിയാൽ ഈ തെരഞ്ഞെടുപ്പിലെ എല്ലാ സാധ്യതകളെയും തകിടം മറിക്കും. ആ ഒരു ഭയം കോൺഗ്രസിന് ഉണ്ടാവാം. ഡാൻ്റെ ഈ ബ്രേക്കിംഗ് വാർത്തകൾക്കൊപ്പം മറ്റൊരു സാധ്യത കൂടി കോൺഗ്രസ് തേടുന്നുണ്ടോ? അതായത് വേണമെങ്കിൽ സീറ്റ് നൽകിയേക്കാമെന്നൊരു ആലോചന നടക്കുന്നുണ്ടോ? ആ വാർത്തകൾ എന്തെങ്കിലും സ്ഥിരീകരണമുണ്ടോ? സജിത്ത്, അങ്ങനെ കൂടി ഒരു നീക്കം നടക്കുന്നുണ്ട്. പ്രധാനമായും രമേശ് ചെന്നിത്തലയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇടപെട്ടെങ്കിലും അക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയാതെ പോവുകയും സുധാകരൻ വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള മട്ടിൽ തന്നെ അദ്ദേഹം നിൽക്കുകയായിരുന്നു. ഇന്ന് രാവിലെ പ്രധാന നേതാക്കളെയൊക്കെ വിളിച്ച് ഗുഡ് ബൈ പറയുകയും ഒക്കെ ചെയ്തിരുന്നു. 12 മണിക്ക് വാർത്താ സമ്മേളനം നടത്തി തന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥം പ്രഖ്യാപിക്കുക, വേണമെങ്കിൽ വേറൊരു പാർട്ടിയായി മാറുക, തന്നെ കോൺഗ്രസ് പുറത്താക്കിക്കോട്ടെ, അങ്ങനെയെങ്കിൽ ആ ഒരു നീക്കത്തിലേക്ക് നീങ്ങുക എന്നുള്ള മട്ടിലേക്കൊക്കെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ പോയിരുന്നു. പലപ്പോഴും വൈകാരികമായി കൂടിയാണ് അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയം കെ സുധാകരനുമായും അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡുമായും രമേശ് ചെന്നിത്തല സംസാരിക്കുന്നുണ്ട്. ഹൈക്കമാൻഡ് മുന്നിലടക്കം കെ സുധാകരന് ആ കണ്ണൂർ സീറ്റ് നൽകിക്കൊണ്ട് ഒരു പ്രശ്നപരിഹാരം കൊണ്ടുവരിക, ബാക്കിയുള്ള കാര്യം പിന്നീട് നോക്കാം. അടൂർ പ്രകാശ് ഇപ്പോൾ തൽക്കാലം എന്തായാലും പാർട്ടിയുടെ തീരുമാനത്തിന് വഴങ്ങിക്കൊണ്ട് അദ്ദേഹം MLA ആയിട്ട് മത്സരിക്കണം എന്നുള്ള ആഗ്രഹം ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായി. ഇനി ആകെ പാർട്ടിയുടെ മുന്നിലുള്ള ഒരേ ഒരു വിഷയം കെ സുധാകരൻ്റെതാണ്. ആ കെ സുധാകരന് സീറ്റ് നൽകിക്കൊണ്ട് ഒരു പരിഹരിക്കുക, കണ്ണൂർ ലോക്സഭാ സീറ്റിന്റെ കാര്യം പിന്നീട് ആലോചിക്കാം എന്നുള്ള മട്ടിലേക്കൊക്കെ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡിനെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പക്ഷേ ഹൈക്കമാൻഡ് ഒരു വിഭാഗം നേതാക്കളെല്ലാം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖർഗെ അടക്കം പാർട്ടി അങ്ങനെ ഒരാൾക്ക് മുന്നിൽ ഇങ്ങനെ വല്ലാതെ വഴങ്ങുന്നതിനോട് തീരെ യോജിക്കുന്നവരല്ല. പക്ഷേ രമേശ് ചെന്നിത്തല കാണുന്നത് മറ്റൊന്നാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ തോൽവി ജയം ഒക്കെ ഇപ്പോഴല്ല നോക്കേണ്ടത്, അത് ആത്യന്തികമായി തെരഞ്ഞെടുപ്പിന്റെ ജയം തോൽവി എന്നതിലേക്കാണ് നോക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ തൽക്കാലം വഴങ്ങി കൊടുക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകണം എന്നുള്ള നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. അത് അദ്ദേഹം ആവർത്തിച്ച് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും 12 മണിക്കത്തെ വാർത്താ സമ്മേളനത്തിന് ഏതെങ്കിലും തരത്തിൽ പൊട്ടിത്തെറി ഉണ്ടാവരുത്, അല്ലെങ്കിൽ അതിനു മുമ്പ് തീരുമാനമുണ്ടായില്ലെങ്കിൽ വാർത്താ സമ്മേളനം നീട്ടിവെക്കണം എന്നുള്ള അടക്കം ആവശ്യം രമേശ് പ്രധാനമായും കെ സുധാകരന് മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ കെ സുധാകരൻ ഇപ്പോഴും ഇതിലൊന്നും കൃത്യമായ ഒരു മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ ചർച്ചകളെ പിന്നോട്ടടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും കെ സുധാകരനുമായി ഫോണിൽ വേണം സംസാരിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക്. അദ്ദേഹം പ്രചരണത്തിന്റെ തിരക്കിലാണ്, അതിനിടയിലാണ് ഫോണിൽ സംസാരിക്കുന്നത്. അതിനിടയിൽ ഹൈക്കമാൻഡുമായി സംസാരിക്കണം. കെ സുധാകരൻ നേരിട്ട് സംസാരിച്ചിരുന്ന ഏതെങ്കിലും ഒരു പരിഹാരത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് തടസ്സം. പക്ഷേ ഇന്ന് 3 മണിയോടുകൂടി എന്തായാലും അതിനൊരു പരിഹാരം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും പങ്കുവെക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ 2ാം ഘട്ട പട്ടികയും ഇന്ന് 3 മണിയിലേക്ക് നീളാൻ ഉള്ള സാധ്യത കൂടിയുണ്ട്. ഇപ്പോൾ പ്രധാനമായി നിൽക്കുന്നത് ഈ ഓപ്ഷൻ തന്നെയാണ്. ഒന്നുകിൽ കെ സുധാകരനെ മത്സരിപ്പിക്കുക, അല്ലെങ്കിൽ KPC അധ്യക്ഷന്റെ ചുമതല അദ്ദേഹത്തിന് നൽകുക. അങ്ങനെയാണെങ്കിൽ ആ KPC അധ്യക്ഷ ചുമതല നൽകിയാൽ അദ്ദേഹം ഇപ്പോഴത്തെ ഈ സമ്മർദ്ദത്തിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറാണെങ്കിൽ ഈ 2 ഓഫറുകളാണ് മുന്നിലുള്ളത്. അതിൽ പ്രധാനമായും മത്സരിക്കുക എന്നുള്ള ഓഫറിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതിൽ കെ സുധാകരൻ ഒരു മറുപടി നൽകിയിട്ട് പൂർണ്ണമായും ഒരു മറുപടി നൽകിയിട്ടില്ല. എന്താണ് തന്റെ നിലപാടെന്ന് സംബന്ധിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി തുടർ ചർച്ചകൾ നടക്കുകയുള്ളൂ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡാൻ, ഈ KPCC അധ്യക്ഷ പദവി എന്ന പഴയ